നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല. നിർമ്മല കോളേജ്, മൂവാറ്റുപുഴ. An inspiring journey into the future. നഗരത്തിൽ 9 പേരെ ആക്രമിച്ച നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. രാവിലെ 7-ന് ആരംഭിച്ച വാക്സിനേഷൻ പുരോഗമിക്കുകയാണ്. പിടികൂടിയ നായകളെ പ്രത്യേക നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. 9 പേരെ ആക്രമിച്ച നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതോടെ മൂവാറ്റുപുഴ നഗരത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഗരസഭാ പരിധിയിൽ ഇന്ന് രാവിലെ 7 മുതൽ ആരംഭിച്ച തെരുവ് നായകൾക്കുള്ള വാക്സിനേഷൻ നടപടികൾ പുരോഗമിക്കുകയാണ്. പേവിഷബാധ സ്ഥിരീകരിച്ച നായ സഞ്ചരിച്ച തൃക്ക, വാഴപ്പിള്ളി, വെള്ളൂർക്കുന്നം, കാവുങ്കര പ്രദേശങ്ങളിലെ തെരുവ് നായകളെ പിടികൂടി വാക്സിൻ നൽകി നിരീക്ഷണത്തിനായി പാർപ്പിച്ചു. നഗരസഭാ സ്റ്റേഡിയത്തിന് സമീപം അടഞ്ഞുകിടക്കുന്ന മത്സ്യ മാർക്കറ്റിൽ പ്രത്യേകം തയ്യാറാക്കിയ നിരീക്ഷണ കേന്ദ്രത്തിൽ 15 ദിവസത്തേക്കാണ് നായകളെ പാർപ്പിച്ചിരിക്കുന്നത്. കോട്ടയത്ത് നിന്നുള്ള 5 അംഗ സംഘം എത്തി പിടികൂടുന്ന നായകൾക്ക് മൂവാറ്റുപുഴ വെറ്റിനറി ആശുപത്രിയിലെ വാക്സിനേറ്റേഴ്സാണ് വാക്സിൻ നൽകുന്നത്. നഗരസഭാ പരിധിയിലെ മറ്റു വാർഡുകളിൽ നിന്ന് പിടികൂടിയ നായകളെ വാക്സിൻ നൽകി വിട്ടയച്ചു. സ്വകാര്യ വ്യക്തികൾ വളർത്തുന്ന നായകളെ കൂടുകളിൽ പാർപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കാതെ തെരുവിലേക്കിറങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ നായകളെ പിടികൂടുകയും ഉടമയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ ചെയർമാൻ PP എൽദോസ് പറഞ്ഞു. ഈ ചത്ത നായ മറ്റേതെങ്കിലും നായ്ക്കളെ കടിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത ഇല്ലാത്തതിനാൽ ഒരു 10-15 ദിവസം പിടികൂടുന്ന നായ്ക്കളെ പേവിഷബാധ ഉണ്ടോ എന്ന് നിരീക്ഷിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും പട്ടണത്തിലെ മുഴുവൻ തെരുവ് നായ്ക്കൾക്കും വാക്സിനേഷൻ നൽകും. സ്വകാര്യ വ്യക്തികളുടെ നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകിയിട്ടില്ലെങ്കിൽ അതിനുള്ള നടപടി സ്വീകരിക്കും. ലൈസൻസ് എടുപ്പിക്കാനുള്ള കർശന നടപടിയും സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വകാര്യ വ്യക്തികൾ വളർത്തുന്ന നായ്ക്കളെ വീട്ടിൽ പൂട്ടിയിട്ട് അല്ലെങ്കിൽ കൂടിനകത്തിട്ട് വളർത്താനുള്ള നടപടി കൂടി അവരുടെ ഉടമകൾ സ്വീകരിക്കണം എന്നാണ് നഗരസഭയ്ക്ക് നിർദ്ദേശിക്കാറുള്ളത്. തെരുവിലേക്ക് ഇറക്കി വിട്ടാൽ സ്വാഭാവികമായും ആ നായയെ പിടികൂടും. ഉടമയ്ക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കും എന്ന് അറിയിക്കുന്നു. വ്യാഴാഴ്ച കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരെ ആക്രമിച്ച നായ നിരീക്ഷണത്തിലിരിക്കെ ഞായറാഴ്ചയാണ് ചത്തത്. തുടർന്ന് ഇന്നലെ തൃശൂർ മണ്ണുത്തിയിലെ വെറ്റിനറി കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പേവിഷബാധ സ്ഥിരീകരിച്ചതോടെ നഗരസഭ അടിയന്തര കൌൺസിൽ യോഗം വിളിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. ഇതോടൊപ്പം വളർത്തുനായകൾക്കും വാക്സിൻ എടുക്കുന്നതും ലൈസൻസ് ഏർപ്പെടുത്തുന്നതും കർശനമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു. എല്ലാം ട്രാൻസ്പാരന്റ്, വിശ്വസ്തം.